ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അയ്യപ്പേട്ടനും കാഞ്ചനയും കൂടി മാങ്ങാക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ രാത്രി തന്നെ താൻ മാങ്ങ കൊണ്ടുവരുന്നു. അതിന് വേണ്ടിയിട്ടാണ് താൻ ഈ തീർത്ഥാടനം തന്നെ നടത്തിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി അയ്യപ്പേട്ടൻ അവിടെ എഴുന്നേറ്റ് പോവാം. മാങ്ങ തിന്നാൻ വേണ്ടി തീർത്ഥാടനത്തിന് പോയ ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുവാണെന്നും പറഞ്ഞ് നമ്മുടെ കാഞ്ചന എന്നിട്ട് അവിടെ എങ്ങനെ നിൽക്കുന്നു. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചിന്തിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ഗോവിന്ദനെയാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ മാറി നിന്നിട്ടോ ചിന്തിച്ചിട്ടോ കാര്യമില്ല. അപ്പോൾ ഈ റൂം മുഴുവൻ ഞാൻ മണം പറക്കട്ടെ, റൂം ഫ്രഷർ അടിക്കാം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ റൂം മുഴുവൻ റൂം ഫ്രഷർ അടിച്ചു, സ്പ്രേ അടിച്ചു. ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക. മണമൊക്കെ വന്നപ്പോൾ ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. എന്നിട്ട് ഗീതുവിനോട് ആ ഇഷ്ടം പറയാനായിട്ടുള്ള ഒരു ശ്രമമാണ്. ഐ ലവ് യു ഗീതു എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷനാണ്, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ഫ്രഷ് ആയിട്ട് ഞാനതങ്ങനെ പറയും എന്നൊക്കെ ഗോവിന്ദൻ ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുക കേട്ടോ. അങ്ങനെ പറഞ്ഞാലോ ഇങ്ങനെ പറഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദനിൽ നിന്ന് ആക്ഷൻസ് ഒക്കെ കാണിക്കുക. ഇതൊന്നും ചെയ്തിട്ടും ഗോവിന്ദൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഞാൻ ഇനി എങ്ങനെ പറയും? ഈ പ്ലാസ്റ്റിക് പൂ കൊടുത്താലോ? അത് ശരിയാവില്ല. അതല്ല, പൂ കൊടുക്കാം. ഇതിൻ്റെ പെർഫ്യൂം എവിടെ എന്ന് പറഞ്ഞിട്ട് റൂം മുഴുവൻ പെർഫ്യൂമും അടിച്ച് മൊത്തം ആ റൂമിൽ ഓരോന്ന് കാട്ടിക്കൂട്ടുക കേട്ടോ. എന്തായാലും ഗീതുവിനോട് ഇന്ന് പ്രണയം പറഞ്ഞേ തീരൂ എന്നുള്ള ആ ഒരു ഇതിൽ നമ്മുടെ ഗോവിന്ദൻ നിൽക്കുവാണ്. വരണ്ട് കിടന്ന എൻ്റെ ജീവിതത്തിലേക്ക് സ്നേഹത്തിൻ്റെ പനിനീർ ഗന്ധവുമായി വന്നതിന് നന്ദിയുണ്ട് ഗീതു, നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് ഇങ്ങനെ പറയുന്നു കേട്ടോ. ഇത് കൊള്ളാം അല്ലേ, ഇത് കൊള്ളാം, ഇത് പറയാം അല്ലേ, ഇത് ഫിക്സ് ചെയ്യാം, ഇനി കൂടുതൽ ഉണ്ടാക്കാൻ ഒന്നും നടക്കുകയല്ല എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ഗീതു റൂമിലേക്ക് കയറി വന്നു. റൂമിലേക്ക് വന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് നേരം പുറത്ത് നിന്നൊന്ന് കുണുങ്ങിയേച്ചാണ് ഗീതു വരുന്നത്. അപ്പോൾ ഗോവിന്ദ് പനിനീർപ്പൂ എന്നും പറഞ്ഞ് പാട്ട് പാടി തിരിഞ്ഞു നോക്കുമ്പോൾ ഗീതുവിനെ കണ്ടു. കയറി വന്നപ്പോഴത്തേക്കും ഗീതുവിന് ഭയങ്കര സ്മെല്ല്. ഗീതു മൂക്കൊക്കെ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുക. എന്താ പല്ലുവേദനയാണോന്ന് ഗോവിന്ദൻ ചോദിച്ചപ്പം അതെ, ഇവിടെ എന്താ പെർഫ്യൂം ബോട്ടിലെങ്ങാനും പൊട്ടിയോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഗോവിന്ദൻ നിൽക്കുക. ഇവിടെ മൊത്തത്തിലൊരു പനിനീർ ഗന്ധം ഉണ്ടാകാൻ ഞാൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ നിൽക്കുക. ഗീതു എന്നൊരു ഇങ്ങനെ നോക്കുക കേട്ടോ. എന്നും പറഞ്ഞ് തുള്ളിച്ചാടി ഗോവിന്ദൻ്റെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് മനസ്സിലായി, വെള്ളം അടിച്ചിട്ട് അതിൻ്റെ സ്മെല്ല് എനിക്ക് കിട്ടാതിരിക്കാൻ പെർഫ്യൂം അടിച്ചിരിക്കുകയാണല്ലേ എന്ന് ഗീതു. എന്നിട്ട് ഇതെല്ലാം നോക്കുക. ഇവിടെ എവിടെയാണ് കുപ്പി ഇരിക്കുന്നത്? എന്തിനാ നിങ്ങൾ വെള്ളം അടിച്ചത്? അയ്യോ, ഞാൻ വെള്ളം അടിച്ചില്ല. പിന്നെ നിങ്ങൾ ഏത് ഊതാ തൂത്തത്? ഊതല്ല, റൂം ഫ്രഷ്നറാ അവിടെയൊക്കെ, എൻ്റെ മുഖത്തേക്ക് ഊതാൻ. ഫൂന്ന് പറഞ്ഞു ഊതി. പക്ഷെ മണമൊന്നുമില്ല. മണമൊന്നുമില്ലല്ലോ. പിന്നെന്താ ഇവിടെ സംഭവിച്ചത്? പിന്നെ ഗീതു ഇതിലേക്ക് നോക്കുക. ചെമ്പരത്തിപ്പൂ എടുത്ത് കാട്ടിയാലും ചങ്കാണെന്ന് പറയുന്ന കണ്ട പറയുന്നത് പോലും തല തിരിഞ്ഞു. ഇത് തല തിരിഞ്ഞ് എന്തോ സാധനമാണ് കഴിച്ചാലേ എന്ന് ഗീതു ചോദിക്കും കേട്ടോ. കഞ്ചാവാണോ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ അല്ല, എനിക്ക് വിശ്വാസമില്ല, നല്ലൊരു ദിവസം ലഹരിയിൽ മുക്കിക്കൊന്ന ദുഷ്ട, ഇതിന് നിങ്ങൾ അനുഭവിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ പറയും. ഇത് എന്താ ഗീതു എന്ന് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്. അപ്പം ഗീതു അങ്ങനെയൊന്നും ഇല്ല എന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഇന്നത്തെ മൂഡ് മൊത്തത്തിൽ നമ്മുടെ ഗീതു കളഞ്ഞു. എന്തായാലും ഇതൊന്നും വേണ്ടായിരുന്നു, അവളോട് നേരിട്ട് ഇന്ന് കാര്യം ഒന്ന് പറയാം എന്നും പറഞ്ഞുകൊണ്ട് ചെല്ലുക. അപ്പോൾ ഗീതു പുറത്ത് ബാൽക്കണിയിൽ നിൽക്കുക. ഗീതു ദയവ് ചെയ്ത് നീ എന്നെ വിശ്വസിക്കുക, ഇന്ന് ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് ഗോവിന്ദൻ. മണം വരാത്തത് ന്യൂ ജനറേഷൻ സാധനമാണ് അകത്ത് ചെന്നിരിക്കുന്നത്, രാസലഹരി ശരിയല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അയ്യോ സത്യമായിട്ട് ഒരു ലഹരി ഇല്ല, ഞാൻ നിന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യാമെന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാ റൂമിൽ സ്പ്രേ അടിച്ചത്? റൂമിൽ നിൽക്കാൻ പോലും പറ്റാത്തത്ര നാറ്റുമാക്കി വെച്ചില്ലേ എന്ന് ചോദിച്ചു. നാറ്റുവോ? പിന്നല്ലാതെ ഇനി എങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങും? ശ്വാസം മുട്ടി ചത്തുപോവില്ലേ എന്നൊക്കെ ഇങ്ങനെ ഗീതു ഗോവിന്ദനോട് ചോദിച്ചപ്പം ഒരു വലിച്ച ചിരിയൊക്കെ ചിരിച്ച് ഗോവിന്ദൻ നിൽക്കുക. എങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചാലോ? എന്താ സംസാരിക്കാനുള്ളതെന്ന് ചോദിച്ചു. അത് പിന്നെ എനിക്ക് കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എങ്കിൽ പറയാൻ പറഞ്ഞു ഗീതു. അത് പിന്നെ അതെങ്ങനെ പറയണ്ടേന്നോ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞു നിൽക്കുക. അപ്പം നീ തൊട്ടുണർത്തിയത് എൻ്റെ ഹൃദയത്തിലെ സ്നേഹത്തെയാണെന്നൊക്കെ ഗോവിന്ദൻ ഇങ്ങനെ പറയാൻ പ്രാക്ടീസ് ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷെ ഗോവിന്ദന് ആദ്യം ഇവിടെ പറയാൻ പറ്റുന്നില്ല. എന്താ പറയാനുള്ളതെന്ന് ഗീതു ചോദിച്ചപ്പം അത് പിന്നെ ഒന്നുമില്ല, നന്ദിയുണ്ട് ഗീതു, നന്ദിയുണ്ട്, ഇത്രയൊക്കെ സഹായം എനിക്ക് വേണ്ടി ചെയ്തു തന്നതിന് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യം മാറ്റി പറയുന്നു. വരണ്ട പനിനീര് കിടക്കുമല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്ന മുഴുവൻ തെറ്റിപ്പോവുക. ഗീതുവിനൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ കണ്ണേട്ടൻ എന്നോട് പറയാനുള്ളത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. വരം തരുന്ന കാര്യമായിരിക്കും അല്ലേ? ഞാൻ വരം തരാമെന്ന് പറഞ്ഞതല്ലാതെ നീ എന്നോട് വരമൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് ഗീതുവിനോട് പോലും ചോദിച്ചു. ഒരു ദിവസം ഞാൻ എല്ലാം കൂടി ചേർന്ന് ഒരു ചോദ്യം അങ്ങ് ചോദിക്കും, എങ്കിലേ നീ ഇപ്പം തന്നെ അത് എന്നോട് ചോദിക്കാനായിട്ട് ഗോവിന്ദൻ പറയാം. അപ്പം ഗീതു ഇങ്ങനെ നോക്കൂ കേട്ടോ. ഗോവിന്ദൻ അത് കേൾക്കാൻ ആഗ്രഹിച്ച് നിൽക്കുക. എന്തായാലും പറയുന്നതും ചോദിക്കുന്നതും കേൾക്കാനൊക്കെ. അപ്പം ചോദിക്കുക എന്ന് പറഞ്ഞോട് നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ നിൽക്കുന്നു. ഗീതു അന്നേരം വേണോ, ഇപ്പം വേണോ, ഇപ്പം ചോദിച്ചാൽ ശരിയാവുമോ?
ഫിറ്റൊന്നും അല്ലെന്നാ തോന്നുന്നത്. എന്നാൽ ഇപ്പം തന്നെ അങ്ങ് പറഞ്ഞാലോ? ഞാൻ ആഗ്രഹിച്ച ജീവിതം കണ്ണേട്ടനോട് വരവായിട്ട് ചോദിച്ചാലോ എന്ന് ഗീതു ഇങ്ങനെ ചിന്തിക്കുക. അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ കയറി പോണു. അങ്ങനെ ഗീതു ഇത് ചോദിക്കാൻ വേണ്ടി അവിടെ പോയി നിൽക്കുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ നീ വേണം ഗീതു, അതാണോ നീ എന്നോട് ചോദിക്കാൻ പോകുന്നതൊക്കെ ഗോവിന്ദൻ നിന്ന് ആലോചിക്കുക. എന്നിട്ട് വാതിൽ പതുക്കെ പൂട്ടി ഗീതു ഇങ്ങനെ അവിടെ നാണം കുണുങ്ങി ഇങ്ങനെ നിൽക്കുന്നു. ഗോവിന്ദൻ അത് കേൾക്കാനുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്നു. അപ്പോൾ ദേ പുറകിൽ ഗോവിന്ദൻ, അതുപോലെ ഫ്രണ്ടിൽ ഗീതു. ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഗീതു പറയുന്നു. ഗോവിന്ദൻ പറഞ്ഞു. രണ്ടുപേരും ഒരുമിച്ചാണ് പറയുന്നത്. ഇനി എൻ്റെ മനസ്സ് തുറക്കാം അല്ലേ എന്ന് ഗോവിന്ദൻ ചോദിച്ചപ്പം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും കൂടെ പുറകിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇവരുടെ ഉപബോധ മനസ്സാണ് പുറത്ത് വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതാണ് ഗീതു കാണുന്നത്. അപ്പം താൻ വരം ചോദിക്കുന്നില്ലേ എന്ന് ഗോവിന്ദൻ ചോദിച്ചപ്പോഴാണ് ഗീതു സ്വബോധത്തിലേക്ക് വന്നത്. നിന്റെ കിളി വല്ലതും പോയോന്ന് ചോദിച്ചു. അപ്പോൾ എന്താ ചോദിച്ചേ? അല്ല, നിന്റെ കിളി വല്ലതും പോയോന്നാ ചോദിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരിച്ചോണ്ട് നിൽക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഡിബേറ്റും കൂടെ പാടാൻ പോയി. എല്ലാം കൈവിട്ടു പോയി. എൻ്റെ ദൈവം, എൻ്റെ മനസ്സിലുള്ളത് ഞാൻ ഇവളോട് എങ്ങനെ പറയും? അപ്പം നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കണ്ണേട്ടൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഗീതു ചോദിച്ചു. അപ്പോൾ ഉണ്ടെന്ന് കണ്ണേട്ടൻ. എനിക്കും പറയാനുണ്ടെന്ന് ഗീതു. അതെ, എന്താ പറയാനുള്ളത്? നീ ആദ്യം പറയാൻ പറഞ്ഞു ഗോവിന്ദൻ. അല്ല, കണ്ണേട്ടൻ ആദ്യം പറയാൻ പറഞ്ഞു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറച്ചിലായി. അങ്ങനത്തെ കണ്ണേട്ടൻ കണ്ണടച്ച് നിൽക്കുമോ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാഞ്ഞു വരുന്നു. ഗീതു ഇത് കേൾക്കാൻ കാതോർത്തോർത്തു വരുന്നു. അങ്ങനെ രണ്ടുപേരും പറയാനുള്ള ആ ഒരു എല്ലാ സെറ്റപ്പും അടുത്ത് വന്നപ്പോഴത്തേക്കും പുറത്താരോ വന്ന് വാതിലിൽ കൊട്ടി. ആരാണോ എന്തോ, ആരോ പുറത്ത് വന്നിട്ടുണ്ട്, നോക്കണ്ടേ നീ ഗോവിന്ദൻ ചോദിച്ചപ്പോൾ നോക്കാതെ പറ്റില്ലല്ലോ എന്ന് ഗീതു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ വാതിൽ തുറക്കും കേട്ടോ. തുറക്കണോ വേണ്ടെന്നൊരു 100 വട്ടം ആലോചിച്ചിട്ടാണ് വാതിൽ തുറന്നപ്പോൾ നമ്മുടെ അയ്യപ്പേട്ടൻ പച്ചമാങ്ങയായിട്ട് വന്ന് നിൽക്കുക. അപ്പോൾ പച്ചമാങ്ങയായിട്ട് വന്ന് നിൽക്കുമ്പോൾ മാങ്ങ എന്ന് പറഞ്ഞു ഗീതുവിന് ഭയങ്കര സന്തോഷമായി. കണ്ടോ കൊതി കണ്ടോ, ഈ കൊതിക്ക് കാരണഭൂതനായ കുഞ്ഞിന് കൊടുക്കട്ടെ ഒരു പച്ചമാങ്ങ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ ഗോവിന്ദനും മാങ്ങ കൊടുക്കുന്നു. ഗീതുവിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണേട്ടനോട് ചുമ്മാ അതൊക്കെ പറയാം കേട്ടോ. ഇവിടെ ഒരു വിശേഷം ഉണ്ടെന്ന് കുഞ്ഞിക്കാല് കാണുമെന്നും കേട്ടതേ ഞാൻ ഉറപ്പിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോഴാണ് ഗീതുവിന് കാര്യം മനസ്സിലായത്. അപ്പോഴല്ലേ ഗീതു മോൾക്ക് പച്ചമാങ്ങ വേണമെന്ന് കാഞ്ചന എന്നോട് പറഞ്ഞെന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും ഗീതു ഇങ്ങനെ മാറി മാറി നോക്കുക. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പം അയ്യോ അത് അങ്ങനെയല്ല എന്നും ഗീതു പറഞ്ഞുകൊണ്ട് നിൽക്കണം. ഗോവിന്ദൻ ഇങ്ങനെ ഞെട്ടി നിൽക്കുക കേട്ടോ. നാണിക്കണ്ട, ഈ സമയത്ത് ഏത് ഗർഭിണിയും പച്ചമാങ്ങ തിന്നണമെന്ന് ആഗ്രഹിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ ഇങ്ങനെ പറയണം. കഴിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അയ്യപ്പേട്ടൻ എന്നൊക്കെ പറഞ്ഞു കുറേ ഗോഷ്ടിയൊക്കെ കണ്ടിട്ട് അയ്യപ്പേട്ടൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അയ്യപ്പേട്ടൻ അതും കാണിച്ച് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രാധികാമ്മ പുറത്ത് നിൽക്കുക. രാധികാമ്മ പുറത്ത് നിന്നപ്പം എന്താണ് ഗോവിന്ദനും ഗീതുമായിട്ട് ചർച്ച എന്ന് ചോദിച്ചപ്പം ചർച്ചയൊന്നുമല്ല, അത് പിന്നെ ഗീതു മോൾക്ക് പച്ചമാങ്ങ തിന്നാൻ വാക്കുകള് എന്നും പറഞ്ഞു. രാധിക എന്നേരം ഇങ്ങനെ നോക്കുക കേട്ടോ. ദേഷ്യപ്പെട്ട പിള്ളേരെന്തെങ്കിലും ആഗ്രഹിച്ചാൽ നമ്മൾ വേണ്ടേ അതൊക്കെ സാധിച്ചു കൊടുക്കാൻ. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു മാവ് തന്നെ അങ്ങ് ബുക്ക് ചെയ്തു. അതും കഴിഞ്ഞിട്ട് വരുന്ന വഴിയാ ഗീതുമോൾ കൊതി തീരുന്നത് വരെ മാങ്ങ തിന്നട്ടെ എന്ന് വിചാരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് അയ്യപ്പേട്ടൻ അങ്ങ് പോയി. രാധിക പേടിക്കണം. കിളവനെ വന്ന് കയറി മയക്കി എടുത്തു. അവള് കയറി വന്ന് കിളവനെ പോലെ ഒരുത്തനെ മയക്കി എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവനെ എല്ലാ പ്രതിജ്ഞയും മറന്നു എന്നൊക്കെ പറഞ്ഞു ഗോവിന്ദന്. അവനൊരു കുട്ടി ജനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാധിക അവിടെ കിടന്ന ഭയങ്കര വിഷയം. കണ്ണൻ ഒരു കുടുംബമാകുന്നു, സമ്മതിക്കില്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധിക ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും റൂമിൻ്റെ വാതിൽ കൊട്ടി അടച്ചു. അങ്ങനെ ഗോവിന്ദൻ്റെയും ഗീതുവിൻ്റെയും ബെഡ്റൂമിൽ ഇനി എന്ത് നടക്കും എന്നുള്ള പേടിയാണ് രാധികയ്ക്ക് മുഴുവനും. രാധിക പേടിച്ച് വിറച്ച് എല്ലാം കൂടെ തല്ലിപ്പൊളിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് ഗോവിന്ദൻ ഗീതുവിനോട് പച്ച മാങ്ങ വേണമെന്ന് നീ പറഞ്ഞില്ലേ, അതാ കൺഫ്യൂഷൻ ആയത്. ഞാൻ ആവശ്യപ്പെട്ടതേ അച്ചാറിടാനാണ്, പക്ഷെ നിങ്ങൾ ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞപ്പം അതെ ഞാൻ ഉദ്ദേശിച്ചതും അച്ചാറിടുന്ന കാര്യം തന്നെയാണ്, വിശേഷാൽ അച്ചാർ, ഗീതു സ്പെഷ്യൽ സവിശേഷ അച്ചാർ എന്ന് ഗോവിന്ദൻ ദേഷ്യപ്പെട്ടപ്പോൾ കൂടുതൽ ഡയലോഗ് അടിക്കേണ്ട, നേരത്തെ നിങ്ങളുടെ സംസാരം കേട്ടിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പ്രിയം തെറ്റിദ്ധരിച്ചു എന്നൊക്കെ പറഞ്ഞപ്പം എൻ്റെ പൊന്നോ ഇത് ട്രൂ ആണോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഗീതു പിന്നെ ഇത് ട്രൂ അല്ലാതെ ചുമ്മാ പറയും, ഇത് നിങ്ങളുടെ വേറെ എന്തോ നാടകമാ, എന്നെയും കിഷോറിനെയും ചേർത്ത് കഥയുണ്ടാക്കിയതുപോലെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് നിങ്ങളുണ്ടാക്കിയ പുതിയ കഥയാണെന്നൊക്കെ ഗീതു. അപ്പം എനിക്കൊന്നും അറിഞ്ഞൂടാ, ഈ തെറ്റിദ്ധാരണയ്ക്ക് ഉത്തരവാദി പച്ചമാങ്ങ ചോദിച്ച നീയാണെന്നും നിന്റെ മാങ്ങാഴ തീറ്റ കണ്ടപ്പോൾ എനിക്ക് പോലും തോന്നി നീ പ്രഗ്നൻ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞപ്പോൾ ഗീതുവാണ് ഗോവിന്ദനെ പിടിച്ചൊരു ഒറ്റ ഉന്ത്, പാവം പുറമിടിച്ചു പോയി വീണു. ഞാൻ വേറെ വഴിക്ക് ഗർഭം ഉണ്ടാക്കിയെന്നാണോ നിങ്ങളുടെ വിചാരം എന്നൊക്കെ ചോദിച്ചു. എന്താ നീ എല്ലാത്തിനും എനിക്ക് കുറ്റമല്ലേ കണ്ടുപിടിക്കുന്നത്, ഞാൻ എന്ത് ചെയ്താലും നിനക്ക് കുറ്റം, ഞാൻ റൂമിൽ സ്പ്രേ അടിച്ചതിന് കുറ്റം, അത് പറഞ്ഞതിന് കുറ്റം, ഇത് പറഞ്ഞതിന് കുറ്റം, നീ എന്നെ എന്തെല്ലാം വിളിച്ചത്,
അപ്പോൾ ഭർത്താവായ ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിൽക്കണം. അപ്പോൾ ഭാര്യ ആദ്യം ഭാര്യയുടെ സ്ഥാനത്ത് നിൽക്കാൻ പഠിക്കണം. അങ്ങനെ നിന്നാൽ ഭർത്താവ് ഭർത്താവിൻ്റെ സ്ഥാനത്ത് കറക്റ്റായിട്ട് നിൽക്കുമെന്ന് ഗോവിന്ദൻ. എൻ്റെ സ്ഥാനത്തെ കുറ്റം പറയേണ്ടത് ഗീതു. എൻ്റെ പൊസിഷൻ കറക്റ്റാണ്, പക്ഷെ നിങ്ങളൊട്ടും ശരിയല്ലെന്ന് ഗോവിന്ദനോട് ഗീതു. സ്വന്തം ഭാര്യയ്ക്ക് ഗർഭമുണ്ടാക്കാൻ നടക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഭർത്താവ് നിങ്ങളായിരിക്കും എന്ന് പറഞ്ഞു. അത് പിന്നെ അങ്ങനെയല്ലല്ലോ, ഞാൻ ഭർത്താവല്ലേ. ഗോവിന്ദനോട് ഇതൊക്കെ പറഞ്ഞിട്ട് ഗീതു അവിടെ നിന്ന് പോയി ദേഷ്യപ്പെട്ട് പുതച്ച് മുടി കയറി കിടന്നു. അപ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് ഇത് എന്ത് ഇവിളി പറയുന്നതെന്നൊക്കെ ഓർത്ത് ഗീതു എന്ന് പറഞ്ഞ് എന്ന് വിളിക്കുന്നു. പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ ഒച്ച. അപ്പോൾ പറയാനുള്ളത് ഇന്നും തേഞ്ഞ് എന്ന് പറഞ്ഞു ഗോവിന്ദൻ ഇങ്ങനെ അവിടെ കിടക്കുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് സുവർണയും വരുണും കൂടെ ബെഡ്റൂമിൽ ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ വരുണേ, നീ എന്തെങ്കിലും അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് സുവർണ ലൗഡ് സ്പീക്കറിൽ ഇടാൻ പറയുവാണ് ഫോണ്. വരുൺ ലൗഡ് സ്പീക്കറിൽ ഇടുകയും ചെയ്തു. എടാ, നമ്മൾ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ എന്താ അമ്മയെന്ന് ചോദിച്ചപ്പോൾ, എടാ അവൾ പ്രഗ്നൻ്റ് ആ ഗീതു. ഇത് കേട്ടപ്പോൾ വരുണും സുവർണയും 2 പേര് പെട്ടെന്ന് ഞെട്ടിയെന്ന് പറയാം. 2 പേരും ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കുമ്പം, ഗീതു പ്രഗ്നൻ്റ് ആണെന്നോ? അമ്മ എന്തൊക്കെയാ ഈ പറയണേന്ന് ചോദിച്ചു. അതേടാ, സത്യവാടാ ഞാനീ പറയുന്നേ. എൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നു, നിന്റെ ജീവിതവും തകർന്നു എന്നൊക്കെ പറഞ്ഞതേ രാധിക പറഞ്ഞു കൊടുക്കുക. ഇനി AGM അടക്കമുള്ള അറക്കൽ തറവാടിൻ്റെ മുഴുവൻ സ്വത്തും അനുഭവിക്കാനുള്ള യോഗം ഗോവിന്ദൻ്റെയും ഗീതുവിൻ്റെയും സന്തതി പരമ്പരകൾക്കാവും എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ മകനോട് പറയുന്നു. മകൻ അത് കേട്ട് കലിമൂത്ത് ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.